ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവവചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം യെശയ്യാ പ്രവചനം 37 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 35-ാം വാക്യം. പരീശന്മാർ ഒന്നിച്ചുകൂടി, അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. പെരുഷീം എന്ന എബ്രായ പദത്തിൽ നിന്നാണ് പരീശൻ എന്ന പദം ഉണ്ടായത്. വേർപെട്ടവൻ എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. മറ്റ് ജനസമൂഹങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനതയായിരുന്നു പരീശന്മാർ. ഇവർ മതതീക്ഷ്ണതയുള്ളവരും ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നതിൽ അതീവ തൽപരരും യഹൂദ മതകക്ഷികളിൽ പ്രധാന വിഭാഗക്കാരും ആയിരുന്നു. പരീശന്മാർ പട്ടണവാസികളും ഇവരുടെ വിശ്വാസങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വീകാര്യമായവയും ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരും മോശയുടെ ന്യായപ്രമാണവും പൂർവികരുടെ പാരമ്പര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ന്യായപ്രമാണം അറിയാത്തവരെ പരീശന്മാർ നിന്നാപൂർവം വിളിച്ചിരുന്നത് സാധാരണക്കാർ എന്നായിരുന്നു. ഇത്തരത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും പരീശന്മാർ സാധാരണക്കാരായിട്ടാണ് കരുതിയിരുന്നത്. നോമ്പും ഉപവാസവും ദീർഘമായ പ്രാർത്ഥനകളുമൊക്കെ ആചരിച്ചിരുന്നത് പരീശന്മാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കിയിരുന്നു. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും അകന്നു നിന്നുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് അവർ കരുതിയിരുന്നു. ഈ സംഘത്തിൽ ചുരുക്കം ചില പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. പരീശന്മാർക്ക് നാട്ടിൻപുറത്തുള്ള സുനഗോഗുകളിൽ സ്വാധീനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലെ പരീശന്മാരിൽ ചിലർ നിയമജ്ഞരും ആയിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പരീശന്മാരുടെ ചില പഠിപ്പിക്കലുകൾ ഇപ്രകാരമായിരുന്നു: ന്യായപ്രമാണത്തിലൂടെയുള്ള ദൈവഹിതം പഠിക്കുകയും ആചരിക്കുകയും ചെയ്താൽ ദൈവരാജ്യം സ്ഥാപിതമാകും. എഴുതപ്പെട്ട ന്യായപ്രമാണത്തോടൊപ്പം പൂർവികരുടെ പാരമ്പര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ഇവർ ആചരിച്ചിരുന്നു. ദൈവം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായി മശിഹായെ അയക്കും എന്നവർ വിശ്വസിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആധിപത്യവും സ്ഥാപിതമാകും. അതുമാത്രമല്ല, നീതിമാന്മാർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ദുഷ്ടന്മാർ ശിക്ഷയും അനുഭവിക്കും എന്നവർ പഠിപ്പിച്ചിരുന്നു. ദൈവദൂതന്മാരും ആത്മാക്കളും ജീവിക്കുന്നു എന്നവർ പഠിപ്പിച്ചു. എന്നാൽ പരീശന്മാർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. യേശു കർത്താവ് പരീശന്മാരെ വിമർശിച്ചിരുന്നതായിട്ടും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പ്രവർത്തനങ്ങളോട് വിദ്വേഷം പുലർത്തിയ പരീശന്മാരെയാണ് സുവിശേഷങ്ങളിൽ നാം കൂടുതലും കാണുന്നത്. യേശുവിലൂടെ നിർവഹിക്കപ്പെട്ട ദൈവരാജ്യ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇവരുടെ പ്രധാന പോരായ്മ. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരും, അതായത് യേശുവിനെ അനുകൂലിച്ച പരീശന്മാരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരുവനായിരുന്നു നിക്കോദിമോസ്. അദ്ദേഹവും ഒരു പരീശൻ തന്നെ ആയിരുന്നു. പരീശനായ ശീമോൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശു കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവായ ഗമാലിയേൽ എന്ന പരീശനെ കുറിച്ച് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ യേശു കർത്താവിനെ അനുകൂലിച്ചവരെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു കർത്താവ് പരീശന്മാരുടെ ജീവിതത്തിൻ്റെ മതപരമായ പോരായ്മകളെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ആന്തരിക വിശുദ്ധി പാലിക്കാത്തവരാണ്. അതായത് ന്യായം, കരുണ, വിശ്വസ്തത ഇവയെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാകുന്നു. ഇവരുടെ നീതിബോധം സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് മതിയായതല്ല എന്ന് യേശു കർത്താവ് അടിവരയിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? ആന്തരിക വിശുദ്ധിയായ ന്യായം, കരുണ, വിശ്വസ്തത ഇവ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ആന്തരിക വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.